ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് കർത്താവ് വളരെ ശക്തമായ ദൈവിക സന്ദേശം നമ്മളിലേക്ക് ചൊരിയാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സഹായകനെ സഹായകനെ എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണടച്ച് രണ്ട് കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക രോഗങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എൻ്റെ ശാരീരിക രോഗപീഠകൾ, ആ രോഗപീഠകളുടെ മേൽ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചില രോഗങ്ങൾ വന്നതിന് ശേഷം മനസ്സിൽ വലിയ മടുപ്പാണ്. ചിലരുടെ ഉള്ളിൽ ചില ചിന്തകൾ വരും. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടും, ഇത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാവും. അസ്വസ്ഥപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയം. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന സഹോദര സഹോദരി വിശ്വസിച്ച് അത് ഏറ്റെടുക്കുക. എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടണം. ആത്മാവേ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് എല്ലാവരും അറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാവേ 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 പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അസ്വസ്ഥതകൾ മാറട്ടെ. ശാരീരികമായ രോഗപീഠകളുടെ മേൽ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 അത്ഭുതകരമായൊരു ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ആത്മാവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഈ അന്തരീക്ഷത്തിന്റെ മേൽ കൃപയായിരിക്കണമേ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി വേണം. പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ ശരീരത്തിന്റെ രോഗപീഠകളുടെ മേൽ പരിശുദ്ധാത്മാവേ ശക്തി വേണം. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആവർത്തിച്ചു പാടിക്കേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അവിടുത്തെ ബലം പഠിക്കേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. ആത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷയുടെ മേൽ അതിശക്തമായ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഈ അന്തരീക്ഷത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ ശക്തി വെളിപ്പെടണമേ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഒരു വലിയ ദൈവശക്തി ഞങ്ങളിൽ വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പല വിഷയങ്ങളിലും ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണം. പരിശുദ്ധാത്മാവേ, മകനെക്കുറിച്ചും മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ആകുലത. പരിശുദ്ധാത്മാവേ, നാളെ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ സങ്കടം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ രോഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ഭാരം. പരിശുദ്ധാത്മാവേ, എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വലിയ ഭാരം. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിത അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. യെസ്, വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ്. നമ്മുടെ ബുദ്ധിയല്ല, നാട്ടുകാർ പറയുന്നതല്ല, വീട്ടുകാർ പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കണം. വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം. പരിശുദ്ധാത്മാവെന്നെ നിയന്ത്രിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങളെ മനസ്സിലൊന്നോർത്തെ. നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ പഠനത്തിനും ജോലിക്കൊക്കെയായി ദൂരങ്ങളിലുള്ളവരുണ്ടാവും. അവരെയും മനസ്സിൽ ഓർക്കണം. അവരുടെ മുഖം മനസ്സിൽ കാണണം. അവരുടെ പേര് മനസ്സിൽ പറയണം. നിങ്ങളുടെ സഹോദരങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കള്, അവരെ മനസ്സിൽ കാണണം. അവരുടെ പേര് മനസ്സിൽ ഇങ്ങനെ പറയണം. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട ഇവരിൽ കർത്താവ് ഇടപെടണം. അത് കുടുംബത്തിലുള്ളവർ തന്നെ ആകണമെന്നില്ല. ഒരുപക്ഷെ നിന്നോട് ചിലപ്പോൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ചിലരുണ്ട്, അല്ലേ? ചിലരൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ പോട്ട ആശ്രമത്തിലോട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും പരിശുദ്ധ അൾത്താരയിൽ കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പല പല കാര്യങ്ങളുണ്ടാവും. പല പല വ്യക്തികൾ ആഗ്രഹം. നിങ്ങളുടെ ഇടവകയിൽ, കമ്മ്യൂണിറ്റിയിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചില പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇന്ന ഓപ്പറേഷനാണ്, ഇന്ന ഇൻ്റർവ്യൂ ആണ്, ഇന്ന യാത്രയാണ്, ഇന്ന ശുശ്രൂഷയാണ്, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. സമർപ്പിച്ചേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈൻ ശുശ്രൂഷകരെ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പക്കലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പോട്ടാശ്രമത്തിൽ നിന്നെത്തുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വിഷയം ഒരുങ്ങി പ്രാർത്ഥിച്ചു. പക്ഷേ അല്പസമയം മുമ്പ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബോധ്യം കിട്ടി വേറൊരു വിഷയം പറയാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയിലുള്ള ആർക്കോ വേണ്ടി, ഒരു പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ബോധ്യം, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം, വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെയാണ് ഒരല്പസമയം നമ്മൾ ഒരു വിഷയം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കുന്നൊരു വലിയൊരു ശുശ്രൂഷയാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ആര് ശക്തിപ്പെടുത്തും? പരിശുദ്ധാത്മാവ്. ഈ ശുശ്രൂഷയിൽ ആര് നമ്മുടെ കൂടെയുണ്ട്? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും ആവശ്യമായ വചനത്തിൻ്റെ അഭിഷേകം ആ വ്യക്തിയുടെ ചെവിയിൽ പറഞ്ഞു തരും ഈ ശുശ്രൂഷ സമയത്ത്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ല ടീച്ചർ, അധ്യാപകൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വചനം? സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണ് ഏറ്റവും നല്ല ടീച്ചർ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 26 തിരുവചനം. എന്നാൽ ആ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വലതുകരം ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ടൊന്ന് ഏറ്റു പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 തിരുവചനം. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അനേക ടീച്ചേഴ്സിന് ഇഷ്ടമാണ്. ചില ടീച്ചേഴ്സിന്റെ പെരുമാറ്റങ്ങൾ, അവർ പഠിപ്പിക്കുന്ന മെത്തേഡ്, അല്ലേ, അവരുടെ ഇടപെടലുകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളൊക്കെ ചിലരെയൊക്കെ ഇപ്പോഴും ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് വലിയ സ്നേഹബന്ധം നിലനിർത്തുന്നു. ഇതാ ബൈബിള് പറയാണ്, പരിശുദ്ധാത്മാവാണ് ദ ബെസ്റ്റ് ടീച്ചർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ചിലരുടെയെങ്കിലും മനസ്സിലൊരു ചിന്ത വരും, ഈ പരിശുദ്ധാത്മാവ് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, അല്ലേ, എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 8 തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 8, 8 തിരുവചനം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ വന്ന്, ആരാണ് ഈ അവൻ? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും, നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തം, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കണമെന്നറിയോ? ചന്ദ്രനിൽ എങ്ങനെ പോകാം, അതാണോ പഠിപ്പിക്കുന്നത്? അല്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരുടെ സ്വഭാവത്തെക്കുറിച്ച്? പറയുന്ന എൻ്റെ, കേൾക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. ആ സ്വഭാവത്തിൽ പാപം, അല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടെ പിടിച്ചോണം, പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചോണം. പരിശുദ്ധാത്മാവിനെ പിടിച്ചാൽ എന്താ ഗുണം? പരിശുദ്ധാത്മാവിന് നമ്മൾ ആരാണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്യന്തികമായി പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാവോ? ഇങ്ങോട്ട് നോക്കിക്കേ. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ കുറവുകളെ
അംഗീകരിക്കാൻ നമുക്ക് പറ്റും. ആരുടെ കുറവ്? എൻ്റെ കുറവ് അംഗീകരിക്കാൻ, എൻ്റെ കുഴപ്പങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരുക്കും. ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചേ. ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അവനാണ്, ഇവളാണ്, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെ എണ്ണിപ്പെറുക്കി എണ്ണിപ്പെറുക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മാനുഷിക വാസനയായി കയറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വന്നാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യം ആരെയും കുറ്റപ്പെടുത്തിയല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിലെ കുറവുകളെ അംഗീകരിക്കാൻ, ഈ സ്വഭാവങ്ങളിൽ ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥന, അനേക പ്രാർത്ഥനകളുണ്ടെങ്കിലും ലത്തീൻ റീത്തിലെ പരിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ തുടങ്ങിത്തരാം, നിങ്ങൾ ബാക്കി ചൊല്ലണം. നിങ്ങൾക്കറിയാം ആ പ്രാർത്ഥന. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. അതാണ് വേണ്ടത്. പറഞ്ഞേ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതെങ്ങനെയാ പറയേണ്ടതെന്നറിയോ? അറിയത്തില്ലല്ലേ ചിലർക്ക്. കുഴപ്പമില്ല, പഠിക്കാം. ആ വലത് കൈ ഒന്ന് ഉണ്ടോ? വലത് കര ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ എവിടെയാണെങ്കിലും വലത് കൈ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ആ വലത് കര നെഞ്ചോട് ചേർത്ത് വെച്ച്, നെഞ്ചോട് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഒച്ചത്തി പറഞ്ഞ് എൻ്റെ പിഴ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒച്ചത്തി പറയണം. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എല്ലാരും കൂടെ ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. നമ്മൾ പൊതുവെ വീട്ടിൽ പറയുന്ന എന്തുവാ? നിന്റെ പിഴ, നിന്റെ പിഴ, നിന്റെ വലിയ പിഴ, അല്ലേ? നമ്മൾ വീട്ടിൽ പറയുന്നതാ, അല്ലേ? ഭർത്താവ് ഭാര്യയോട് പറയണം, നിന്നെ കെട്ടി അന്ന് മുതൽ സമാധാനം ഇല്ല. മകനോട് പറയണം അപ്പൻ, എടാ നീ വീട്ടിൽ ജനിച്ചതിന് ശേഷം സമാധാനം ഇല്ല, ആ സംഭവം ഉണ്ടായതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം തകർന്നതിന് കാരണം മറ്റുള്ളവരാണെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചേ. ചൂണ്ടുവിരൽ ഉണ്ടോ? ഇല്ലേ? ഇതാണല്ലോ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്. നീ ഒന്ന് പറഞ്ഞേ, നീ. ഒച്ചത്തി പറ, നീ. അതേ ഒരു അപകടം. എന്തുവാ? ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടിയിരിക്കുമ്പോൾ ബാക്കിയുള്ള വിരലുകളെല്ലാം ആരുടെ നേരെയാ? സ്വന്തം നെഞ്ചോട് നേർത്തോണ്ടാ. നീ എന്ന് പറയുമ്പോൾ ദേ നമ്മൾ തന്നെ പറയാണ്, ആരാ പ്രശ്നം? ഞാനാണെന്ന്. നമ്മളിങ്ങനെ ഒരാളെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയുന്നു, നീ കാരണമാണ് പ്രശ്നം, നീ കാരണമാണ് പ്രശ്നം, ഇന്ന സംഭവം കൊണ്ടാണ് പ്രശ്നം. ഇങ്ങനെ ചൂണ്ടി വിരൽ കൊണ്ട് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അംഗീകരിക്കുന്നൊരു കാര്യമാണ് പ്രശ്നം. അവിടെയല്ല, ഇവിടെയാണ്. എൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിലാണ് ശരിയാക്കേണ്ട കാര്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റുള്ളവരിലല്ല, ആദ്യം ആരിലാണ്? എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിലാണ്. പറഞ്ഞേ, എൻ്റെ ഉള്ളിലാണ് മാറ്റം വേണ്ടത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തിപ്പെടുത്തുന്ന ആരെയാ? എൻ്റെ ഉള്ളിനെ. എനിക്കെന്നെ തന്നെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കും. എൻ്റെ സ്വഭാവത്തിലെ രീതികളെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കും. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളുകൾക്ക് മുമ്പ് ഒരു ഇടവകയില് കുടുംബത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ ചെന്നു. അപ്പൊ ആ ഇടവകയിലെ മാതൃവേദി അമ്മമാരുടെ ഒരു സംഘടനയുണ്ട്. അവരാണ് ഈ ധ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് 2 മണിക്കൂറുള്ള ക്ലാസ് കഴിഞ്ഞു. മാതൃവേദിയുടെ പ്രസിഡന്റ് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ
ചായ കുടിക്കാൻ വരൂ, പള്ളിമേടയിലേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ മാതൃവേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ക്ലാസ് നന്നായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു താങ്ക് യു ചേച്ചി. എന്നിട്ട് അടുത്ത സെന്റൻസ് ഇങ്ങനെയായിരുന്നു, പക്ഷെ അച്ഛാ ഒരു സങ്കടം. ഞാൻ ചോദിച്ചു എന്നതാ സങ്കടം, എന്തെങ്കിലും പറ്റിയോ? എൻ്റെ അച്ഛാ എൻ്റെ സങ്കടം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കേണ്ടയാള് വന്നിട്ടില്ലായിരുന്നു. കേൾക്കേണ്ടയാള് വന്നിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് ആരാ? അതെൻ്റെ കിട്ടിയവൻ. അച്ഛാ അത് ഞാൻ വന്നില്ല, ഞാൻ വിളിച്ചതാ. അച്ഛൻ ആ 2 മണിക്കൂർ പറഞ്ഞ പ്രസംഗം ഉണ്ടല്ലോ, അയ്യോ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ എൻ്റെ കെട്ടിയവനെ കുറിച്ചാണ്, എൻ്റെ വീട്ടിലെ കാര്യമാണ്. അത് ഞാൻ വിളിച്ചിട്ട് വന്നില്ല. അത് ഞാൻ ഇനി എന്നാണാവോ രക്ഷപ്പെടുന്നത്? ഞാനപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചത് ചേച്ചിയുടെ കെട്ടിയവനെ കുറിച്ചല്ല, മറിച്ച് ചേച്ചിയെ കുറിച്ചാണ്. എന്നെക്കുറിച്ചോ? ഞാൻ മാതൃവേദിയുടെ പ്രസിഡന്റ്, പള്ളിക്കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ടിപ് ടോപ്പ്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. 24 മണിക്കൂറും ഭർത്താവാണ് വീട്ടിലെ പ്രശ്നത്തിന് കാരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. അതൊന്ന് നിർത്തുക. എന്നിട്ട് ചേച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വേണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പിന്നീട് ആ ചേച്ചി അധികം ഒന്നും മിണ്ടിയില്ല. പോട്ട ആശ്രമത്തിലെ ധ്യാനത്തിന് വരാന്നൊക്കെ പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സ്വഭാവ രീതിയാണ് നമ്മുടെ തന്നെ കുറവുകളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി അല്ലേ? എന്നിട്ട് നമ്മൾ എല്ലാ കാര്യത്തിൽ നിന്നും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വഴുതി അങ്ങോട്ട് മാറും. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലേ? ആദത്തിന്റെ കാലഘട്ടത്തിൽ ഇത് കിട്ടിയതാ. ആദത്തോട് ദൈവം ചോദിച്ചു, ആദമേ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? എന്തുത്തരം പറഞ്ഞു? ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള്. ആരാ പ്രതി ആരാ? കൂട്ടിന് തന്ന ഇവള്, അത് 2ാം പ്രതി. 1ാം പ്രതി ആരാ? നീ. ദൈവമേ, നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള് 2ാം പ്രതി. 1ാം പ്രതി ദൈവം. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2 കരങ്ങളും നെഞ്ചത്തോട് കൈവച്ചോണ്ട് ദൈവമേ വിളിയുണ്ടല്ലോ, ഒരു നെടുവീർപ്പും കൂടെയുള്ള ഒരു വിളിയുണ്ടല്ലോ, വല്ല കാര്യമുള്ള കാര്യമായിരുന്നു അല്ലേ? ഈ ധ്യാനത്തന്നെ കെട്ടേണ്ട വല്ല കാര്യമുള്ള കാര്യമായിരുന്നു അല്ലേ? ഈ പ്രശ്നത്തിൽ വന്ന് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തും. ആ ദൈവത്തെ കുറ്റപ്പെടുത്തും, വീട്ടുകാരെ കുറ്റപ്പെടുത്തും, നാട്ടുകാരെ കുറ്റപ്പെടുത്തും. മറ്റുള്ളവരാണ് എല്ലാത്തിനും പ്രശ്നം. ആരെയും കുറ്റപ്പെടുത്തണ്ട. ഉച്ചത്തിൽ പറഞ്ഞേ, ആരെയും കുറ്റപ്പെടുത്തണ്ട. ചിലർക്ക് ഈ വിഷയം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, വേറെ ഒന്നും പറയാനില്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഉച്ചത്തിൽ പറഞ്ഞേ, ആരെയും കുറ്റപ്പെടുത്തണ്ട. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന കർത്താവേ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പഠിക്കേ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. എല്ലാവരും ആരാധന, ഹല്ലേലൂയ, ആരാധന കർത്താവേ, ആരാധന, ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ്
പരിശുദ്ധാത്മാവെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന സമയം വളരെ പ്രത്യേകമായി ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ എത്രത്തോളം മാറ്റം നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു, മറ്റുള്ളവരിലല്ല, എൻ്റെ സ്വഭാവത്തിൽ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം മറ്റുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതനുസരിച്ച് നമ്മൾ ആലോചനകൾ നടത്തുന്നു, നമ്മുടെ പ്രവൃത്തിയും അപ്രകാരമാവുന്നു. എന്നാൽ ഈശോ പറയുന്നത്, മറ്റുള്ളവരെ നോക്കി നീ കുറ്റപ്പെടുത്തേണ്ട, മറിച്ച് നിന്റെ സ്വഭാവ രീതികളെ നീ അംഗീകരിക്കുക, നിന്റെ കുറവിനെ നീ അംഗീകരിക്കുക, ഞാൻ എന്നെ തന്നെ അംഗീകരിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൗഖ്യ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കുക, നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവ രീതികളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടോ? ഒരല്പം ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ എന്തോരം ശാന്തത നമ്മുടെ വീട്ടിലുണ്ടാകുമായിരുന്നു. നമ്മൾ പറയുന്ന വാക്കുകൾ എത്രയോ ആഴത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, അവരെ സങ്കടപ്പെടുത്തുന്നുവെന്ന് അറിയുന്നുണ്ടോ? തമാശയ്ക്കും കളിയാക്കിയും ഒക്കെ പറയുന്നതാവാം, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് അത് ആഴത്തിൽ ചെല്ലുന്നത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്നു. യേശുവേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കൃപ വേണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, എൻ്റെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ്, എനിക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ വേണം. ആഗ്രഹിക്കണം. മറ്റുള്ളവരാണ് നമ്മുടെ തകർച്ചയ്ക്കും പരാജയത്തിനും സങ്കടത്തിനും കാരണമെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കുറവുകളെ നമ്മൾ മറച്ചു വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. യേശുവേ, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എനിക്കിന്ന് സ്വസ്ഥതയില്ലാത്തത്, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ ഇടവകയിലെ പ്രശ്നങ്ങൾ, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ കുടുംബ കൂട്ടായ്മയിലെ പ്രശ്നങ്ങൾ എൻ്റെ കുറവാണ്. മറ്റുള്ളവരുടെ കുറവുകളെ നോക്കി പർവ്വതീകരിക്കുന്ന, അതാണ് വലുതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ സ്വഭാവ രീതികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ മറ്റുള്ളവർക്ക് സമ്മാനിച്ച എല്ലാ സങ്കടങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിച്ച് ഈ സമയത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ മേലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേലും നിറയട്ടെ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ കാണണം. ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി പരിശുദ്ധാത്മാവെ നയിക്കണമേ. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എല്ലാവരും ആഗ്രഹിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പാടിക്കോ. ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ
ശക്തിയേകി നയിക്കണേ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന.